നമസ്കാരം. ഞാൻ കാവാല ശശികുമാർ. ഈ ലുങ്കിവാല വിവാദം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. പാർലമെന്റിൽ നടന്നൊരു സംഭവമാണ്. രാജ്യസഭയിൽ ഒരു ബ്ലൗസ് വിവാദം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ലുങ്കിയെ സംബന്ധിച്ചിട്ട് വേറെയും ചില വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പാർലമെന്റിൽ ഉണ്ടായ ലുങ്കി വിവാദത്തിന്റെ പശ്ചാത്തലം എന്തായിരുന്നു അതിന്റെ ആവശ്യം, എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം, അത് എന്തു നേടി എന്നാലോചിക്കുന്നത് കൗതുകരമായിരിക്കും. അതായത് പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള എം പി ആയ ജോൺ ബ്രിട്ടാസ് സംസാരിക്കുമ്പോൾ വെസ്റ്റ് ബംഗാളിൽ നിന്ന് BJP-യുടെ എം പി ആയിട്ടുള്ള സുഷ്മിത ദേവ് ആവർത്തിച്ച് ലുങ്കിവാല 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 എന്ന് വിളിച്ചു എന്നായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ പരാതി. ജോൺ ബ്രിട്ടാസ് ഇതിന്റെ പേരിൽ പാർലമെന്റിൽ രാജ്യസഭയിൽ ഒരു അവകാശ ലംഘന നോട്ടീസ് കൊടുത്തു. ഈ സംഭവം വിവാദമാകുന്നു എന്ന് മനസ്സിലായ സമയത്ത് സുഷ്മിത ദേവും ഒരു പ്രിവിലേജ് നോട്ടീസ് കൊടുത്തു. അപ്പോൾ ഇത് തർക്കമായി, പാർലമെന്റിൽ ചർച്ചയായി. ഒടുവിൽ രാജ്യസഭാ അധ്യക്ഷനായ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അദ്ദേഹം കൃത്യമായിട്ട് ഒരു മാർഗ്ഗനിർദ്ദേശം കൊടുത്തു. ആ മാർഗ്ഗനിർദ്ദേശം കൊടുത്തത് ഇത്തരം കാര്യങ്ങൾ, എം പിമാരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ, അവരുടെ വേഷത്തിൽ, അവരുടെ ഭാഷയിൽ, അവരുടെ കൾച്ചറിൽ, അവരുടെ പാരമ്പര്യത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്ത് അവരുടെയൊന്നും വികാരങ്ങളെ വ്രണപ്പെടുത്തരുത്, അതൊക്കെ കൂടുതൽ അപകടം ഉണ്ടാക്കും, അതുകൊണ്ട് ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് റൂളിംഗും കൊടുത്തു. ഇതിനിടയിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. പ്രിവിലേജ് ഇങ്ങനെ എന്നെ ഇങ്ങനെ ആക്ഷേപിച്ചു എന്ന് ജോൺ ബ്രിട്ടാസ്, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, തെളിയിക്കാമെങ്കിൽ അത് പ്രിവിലേജ് കമ്മിറ്റിയുടെ അത് തെളിയിക്കാമോ എന്ന് ചോദിച്ച് സുഷ്മിത ദേവും പ്രിവിലേജ് നോട്ടീസ് കൊടുത്തിരുന്നു. ഇത് പാർലമെന്റിൽ ചർച്ചയുണ്ടാവേണ്ട, രാജ്യസഭയിൽ പരസ്യമായ ചർച്ച ആവശ്യമില്ല, പകരം ഇത് ചെയർമാന്റെ ചേംബറിൽ വിളിച്ച് ഇരുത്തി രണ്ടുപേരെയും തമ്മിൽ സംസാരിപ്പിച്ചിട്ട് പ്രശ്നം തീർക്കണം എന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ ആവശ്യപ്പെട്ടു. അതല്ല, വേണമെങ്കിൽ എൻ്റെ ചേംബറിലേക്ക് ഈ ഡിസ്കഷൻ നടത്താം എന്നെല്ലാം അദ്ദേഹം പറയുകയും ചെയ്തു. ഏതായാലും പ്രശ്നങ്ങൾ തൽക്കാലത്തേക്ക് പരിഹരിച്ചു. ജോൺ ബ്രിട്ടാസ് തന്റെ പരാതി പിൻവലിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതോടുകൂടി കഴിഞ്ഞു. പക്ഷേ എന്തിനാണ് ഈ വിവാദം ഇപ്പോൾ ഉണ്ടാക്കിയതെന്ന് ചോദിക്കുന്ന സമയത്താണ് കൗതുകരമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മ വരുന്നതും പറയേണ്ടി വരുന്നതും. കഴിഞ്ഞ ആഴ്ച സമാനമായ വേറൊരു സംഭവം ഉണ്ടായി. കഴിഞ്ഞ ആഴ്ചത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെന്റിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ADMK MP ആയ തമ്പിദുരൈ അദ്ദേഹം തമിഴ്നാട്ടിലെ ചില കാര്യങ്ങൾ പാർലമെന്റിൽ പരാമർശിച്ച സമയത്ത് അവിടുത്തെ മുൻ മുഖ്യമന്ത്രി ജയലളിതയെ പൊതുവെ അമ്മ എന്നാണ് അവിടെ വിളിക്കുന്നത്. അപ്പം അമ്മ സെഡ്, ഫോർമർ ചീഫ് മിനിസ്റ്റർ അമ്മ. അപ്പോൾ പല പ്രാവശ്യം ഇത് ആവർത്തിക്കുമ്പോൾ പിന്നിലിരുന്നിട്ട് ഈ ജോൺ ബ്രിട്ടാസ് ഈ പ്രിവിലേജ് കമ്മിറ്റിയിൽ പരാതി കൊടുത്തിരിക്കുന്ന ജോൺ ബ്രിട്ടാസ് തന്നെ ആവർത്തിച്ചു വിച്ചമ്മ, ഹൂസമ്മ, വിച്ചമ്മ എന്ന് ആവർത്തിച്ച് പറഞ്ഞ സമയത്ത് 3 പ്രാവശ്യം പറഞ്ഞ സമയത്ത് ഈ തമ്പിദുരൈ തിരിഞ്ഞിട്ട് പറഞ്ഞു യുവർ മദർ എന്ന് പറഞ്ഞു. അത് പിന്നീട് വലിയ വിവാദമാവുകയല്ല ചെയ്തത്, അത് പിന്നെ വലിയ ചർച്ചയായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാവശ്യമില്ലാതെ ജോൺ ബ്രിട്ടാസ് ചോദിച്ചു വാങ്ങിച്ചതാണ്. പാർലമെന്റിൽ അമ്മയെ പറയിച്ചു, അത് ആവശ്യമുണ്ടായിരുന്നതല്ല, ആവശ്യമില്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ വലിയ ചർച്ചയും ഒക്കെ ഉണ്ടായി. അപ്പോൾ അത് വലിയൊരു ഡാമേജ് നമ്മുടെ ഈ MPക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നു, സ്വയം വരുത്തി വെച്ച വിനയാണ്. അപ്പോൾ പാർലമെന്റിൽ എല്ലാ ആൾക്കാരും പൊതുവെ അമ്മ എന്ന് വിളിക്കുന്ന ജയലളിതയാണെന്നുള്ളത് അറിയേണ്ട ആള് ഒരു ജേർണലിസ്റ്റും കൂടിയാണല്ലോ, അറിയാമായിട്ടും അദ്ദേഹം അങ്ങനെ പരാമർശിച്ചത് അത് അപഹസിക്കാൻ വേണ്ടി തന്നെയായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. ഇനി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സുഷ്മിത ദേവ് പറഞ്ഞു. ഞാൻ ലുങ്കിവാല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് സുഷ്മിത ദേവ് പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ പിന്നെ എന്തിനായിരുന്നു ഈ വിവാദം ഉണ്ടാക്കിയത്? തനിക്ക് കിട്ടിയത് തിരിച്ചു കൊടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു റിക്കവറിക്ക് വേണ്ടിയോ ഒക്കെ ആയിരുന്നു എന്ന് അറിയില്ല. എന്തായാലും പ്രിവിലേജ് കമ്മിറ്റിയിലേക്ക് അത് വരാതിരുന്നത് നന്നായി എന്നാണ് തോന്നുന്നത്. കാര്യം അന്വേഷിച്ചിരുന്നെങ്കിൽ, കൂടുതൽ വിശദമായി അതിനെക്കുറിച്ചുള്ള പഠനം നടത്തിയിരുന്നെങ്കിൽ, അങ്ങനെ സഭാരേഖകളൊക്കെ നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ ലുങ്കിവാല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അത് ജോൺ ബ്രിട്ടാസിനെ കുറിച്ചല്ല എന്നും, അഥവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജോൺ ബ്രിട്ടാസിന്റെ പേഴ്സണൽ കാര്യത്തിലല്ല എന്നും ഒക്കെ തെളിയിക്കാനായിട്ട് ഒരുപക്ഷെ സുഷ്മിത ദേവിന് കഴിയുമായിരുന്നായിരിക്കാം. അതുകൊണ്ടായിരിക്കുമല്ലോ അവർ പ്രിവിലേജ് നോട്ടീസ് തിരിച്ചും കൊടുത്തത്. ഓക്കെ, അതെന്തായാലും ആ ഇഷ്യൂ തീർന്നു. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, വ്യക്തിപരമായിട്ട് അവഹേളിക്കാൻ പാടില്ല, രൂപപരമായിട്ട് അവഹേളിക്കാൻ പാടില്ല, ഭാഷയുടെ പേരിൽ അപഹസിക്കാൻ പാടില്ല, അതൊക്കെ ശരിയാണ്. അങ്ങനെ അപഹസിക്കുന്നില്ലല്ലോ. ഇപ്പോൾ പാർലമെന്റിലേക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന MP മാരൊക്കെ പറയുന്ന പല കാര്യങ്ങളും അബദ്ധങ്ങളും ഭാഷാപരമായ പ്രശ്നം ഉണ്ടായിട്ടും അവർ അപഹസിക്കുന്നൊന്നുമില്ല. പുറത്തുണ്ടാവും, അത് വേറൊരു ഭാഗം, അത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ ഒരിക്കലും ആരെയും വിമർശിക്കാത്ത ആൾക്കാരായിരിക്കണം റഹീമെ പോലെയുള്ള ആൾക്കാർ. അതുകൊണ്ടാണ് അദ്ദേഹം ആക്ഷേപിക്കപ്പെടുന്നതും അപഹസിക്കപ്പെടുന്നതും, അത് വേറൊരു ഭാഗം. പക്ഷേ രസകരമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. ഒരു ബ്ലൗസ് വിവാദം ഇതുപോലെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ, ആ സിനിമയുടെ പേര് ഖൽനായിക് എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ആ സിനിമ ഇറക്കിയത് സുഭാഷ് ഘായ് എന്ന് പറയുന്ന സംവിധായകനാണ് ആ സിനിമ അവതരിപ്പിച്ചത്. ആ സിനിമയിലകത്ത് ഒരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് ചോലി കെ പീച്ചെ ക്യാ ഹേ എന്നായിരുന്നു ആ പാട്ട്. 1993 ആ സിനിമ ഇറങ്ങിയത്. അപ്പോൾ ചോലി എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ബ്ലൗസ് എന്നാണ്. അത് വേണമെങ്കിൽ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാം. അതിൻ്റെ പലതരത്തിൽ അശ്ലീല ചുവയുള്ള പാട്ടാണെന്നൊക്കെയുള്ള വിവാദം ഉണ്ടാവുകയും അത് വലിയ പ്രശ്നമാവുകയും ചെയ്ത് ആ പാട്ട് നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്തായാലും സെൻസർ ബോർഡ് അതിനകത്ത് ചില ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തുകൊണ്ട് ആ സിനിമ പ്രദർശിപ്പിക്കാൻ അനുവദിച്ചു. ആ സിനിമയും നല്ല വിജയമായിരുന്നു. ആ സിനിമയിലെ ഈ പാട്ടിൻ്റെ 1 കോടി കാസറ്റാണ് അക്കാലത്ത് 1993 1 കോടി കാസറ്റാണ് അന്ന് വിട്ടുപോയത്. അപ്പോൾ സാമ്പത്തികമായിട്ടും അതിൽ വലിയ വിജയം. അപ്പോൾ ഒരു മാർക്കറ്റിംഗ് ആയിരുന്നോ അതൊന്നും
നമ്മൾ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ചിലപ്പം തോന്നിപ്പോകുന്നുണ്ട്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലമായപ്പോഴാണല്ലോ ഇത്രയും വലിയ മാർക്കറ്റിംഗ് നടക്കുന്നത്. പക്ഷേ അന്ന് ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു എന്നുള്ള കാര്യവും കൂടി ഒരു പക്ഷേ നമ്മൾ ആലോചിക്കണം. എന്തായാലും ആ സിനിമയ്ക്ക് വലിയ പ്രചാരമുണ്ടായി. അപ്പോൾ ചോലിക്ക് പീച്ചയ്ക്ക് ആഹേ എന്ന് പറഞ്ഞതുപോലെ ആണോ ഈ ലുങ്കിയുടെ കാര്യം? ലുങ്കിയുടെ പീച്ചയ്ക്ക് ആഹേ എന്നുള്ള ചോദ്യം തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ലുങ്കിക്ക് വേറൊരു വലിയ ചരിത്രം കൂടിയുണ്ട്. ഇപ്പോൾ ലുങ്കിക്ക് പിന്നിലെ വികാരം മറ്റൊന്നാണ്. ലുങ്കി വിവാദത്തിൻ്റെ കാര്യം പരിശോധിക്കുമ്പോൾ നമ്മൾ ലുങ്കി ഡാൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അറിയുമോ അത്? അത് ലുങ്കി വാല പരാമർശത്തിനേക്കാളും രസകരമായ കാര്യമാണ്. ആ ലുങ്കി ഡാൻസ് എന്ന് പറയുന്നത് അതൊരു ഉണ്ടായത് നമ്മുടെ ഷാരൂഖ് ഖാൻ്റെ ഒരു സിനിമ, ഷാരൂഖ് ഖാൻ ഒരു മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമ ചെന്നൈ എക്സ്പ്രസ് എന്നാണ് അതിൻ്റെ പേരെന്ന് എൻ്റെ ഓർമ്മ. അതിൻ്റെ ഒരു പ്രൊമോഷൻ പാട്ടായിരുന്നു. അത് രജനീകാന്ത്, തമിഴിലെ ഇതിഹാസമായ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഇതിഹാസമായ രജനീകാന്തിൻ്റെ വേണ്ടിയുള്ള ഒരു അദ്ദേഹത്തിനോട് ആദരം സൂചിപ്പിച്ചുകൊണ്ടും ബഹുമാനം സൂചിപ്പിച്ചുകൊണ്ടും ഉണ്ടായ ഒരു പാട്ടാണെന്നാണ് അതിൻ്റെ വ്യാഖ്യാനം വന്നത്. അത് ഒരു പ്രശസ്ത റാപ്പർ ഹണി സിംഗ്, യോയോ ഹണി സിംഗ് എന്ന് പറഞ്ഞ ഹണി സിംഗ് ആണ് ആ പാട്ട് പാടിയത്. അത് ട്യൂൺ ചെയ്തതും അവർ തന്നെയാണ്. അങ്ങനെ ആ പാട്ട് വലിയ ഹിറ്റായി. ആ പാട്ട് ഹിറ്റായി എന്ന് മാത്രമല്ല, ആ പാട്ടിൻ്റെ സീനിൽ ലുങ്കി ധരിച്ച് ഷാരൂഖ് ഖാനും നമ്മുടെ ദീപിക പദുക്കോണും ഒക്കെ ലുങ്കി ധരിച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്ന ഒരു വലിയ പാട്ടായിരുന്നു. അത് വലിയ ഹിറ്റ് ആയി. അങ്ങനെ ലുങ്കി ഒരു ദക്ഷിണേന്ത്യൻ വേഷമാണെന്നൊക്കെയുള്ള ഒരു പ്രചാരണത്തിനും ഒക്കെയുള്ള കാരണവും കൂടിയായിരുന്നു. അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. ഈ പാട്ട് ആഗോള പ്രശസ്തമായി. ഈ ഹോളിവുഡ് താരം വിൻ ഡീസൽ ഒരു പ്രാവശ്യം ഇന്ത്യയിൽ വന്ന സമയത്ത് ഷാരൂഖ് ഖാൻ്റെ കൂടെ ഈ പാട്ടിന് ഒപ്പിച്ച് നൃത്തം ചെയ്തത് നല്ല വിജയകരമായ ഒരു പ്രചാരണമായി മാറിയിരുന്നു. ഇപ്പോൾ വേറൊരു കാര്യമാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു സ്വകാര്യ നെയ്ത്തുശാലയുടെ ഉൽപ്പന്നം മുണ്ട്. ആ മുണ്ടിൽ മലയാളത്തിൽ നിന്നുള്ള ഒരു നടൻ ജയറാമാണ് പരസ്യം പറയുന്നത്, അഭിമാന മുണ്ട്. അതൊരു ഭാഷയുടെ ഒരു വക്രീകരണം കൂടിയാണ്. അതിലെ മുണ്ട് എന്ന് പറയുന്നതും അഭിമാനമുണ്ട് എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഉണ്ട് എന്ന് പറയുന്നതും മുണ്ട് എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ആരും ഒന്നും പറഞ്ഞില്ല, ഒരു കുഴപ്പമുണ്ടായില്ല. മുണ്ട് ആയിട്ട് തന്നെ അത് കേരളത്തിൽ നിന്നുള്ള ഒരു നടൻ്റെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ഉൽപ്പന്നത്തിൻ്റെ പരസ്യമായി മാറിയപ്പോഴും ആർക്കും പ്രശ്നം ഉണ്ടായില്ല, മുണ്ട് തന്നെയായിരുന്നു. അപ്പോൾ ലുങ്കി എന്ന് പറയുന്നത് ഒരു ഐഡൻറ്റിറ്റിയാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരു ഭാഗത്തിലാണ് ഈ വിവാദം ഉണ്ടായത്. പക്ഷേ അതിനേക്കാളൊക്കെ വളരെ ഗൗരവതരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് അയച്ചിരിക്കുന്ന MP-മാർ ഉൾപ്പെടെ ഉള്ള ലോക്സഭയിൽ കേരളത്തിൻ്റെ പേര് കേരള എന്നുള്ളതിന് പകരം കേരളം എന്ന് ആക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബില്ല് അവതരിപ്പിച്ചു. ഭരണഘടനയുടെ 1-ാം ഷെഡ്യൂളിൽപ്പെടുത്തിയിട്ട് ഉള്ള പ്രകാരം കേരളത്തിലെ മലയാള ഭാഷയുടെ പേര് മലയാളമാണെങ്കിലും കേരള സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്നാണ് പരാമർശിക്കുന്നത്. ഔദ്യോഗികമായ രേഖകളിൽ അങ്ങനെയാണ്. അത് മാറ്റുന്നതിന് വേണ്ടി അത് കേരളം എന്നാക്കണമെന്നുള്ള ആവശ്യം ഉയർന്ന് അത് പാർലമെൻറ്റിലെത്തണം. കാര്യം നിയമ ഭേദഗതി ആവശ്യമുള്ളതിനായതിനാൽ പാർലമെൻറ്റിൻ്റെ ഇരു സഭകളും പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പിടുമ്പോൾ മാത്രമേ അത് പാസ്സാകുകയുള്ളൂ. അത് വ്യവസ്ഥയിലായുള്ളൂ, രേഖാമൂലമാവുകയുള്ളൂ, ഔദ്യോഗികമാവുകയുള്ളൂ. അതിനുവേണ്ടി പാർലമെൻറ്റിലെ 2 സഭകളും പാസ്സാക്കി ഇനി രാഷ്ട്രപതി ഒപ്പിടുകയാണ് വേണ്ടത്. ഇത് പാർലമെൻറ്റിൽ പാസ്സാക്കുമ്പോൾ, ലോകസഭയിൽ പാസ്സാക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള MP-മാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവരാരും ഈ ബില്ല് ചർച്ച ചെയ്യാൻ വേണ്ടി എടുത്തില്ല, അതിനെക്കുറിച്ച് സംസാരിക്കാൻ കിട്ടിയ അവസരം ഉപയോഗിച്ചില്ല. കേരളത്തിൻ്റെ എന്തെല്ലാം കാര്യങ്ങൾ പറയാമായിരുന്നു. കേരളത്തിൽ നിന്നുള്ള ഒരു ആളവിടെ ഉണ്ട്, MP നമ്മുടെ പ്രിയങ്ക ഗാന്ധി അവിടെയുണ്ട്. പ്രിയങ്ക ഗാന്ധിക്ക് സംസാരിക്കാമായിരുന്നു, ശശി തരൂർ സംസാരിച്ചില്ല. അപ്പോൾ അവരൊക്കെ അവിടെ ഉണ്ടായിട്ട്, കേരളത്തിൽ നിന്നുള്ള ഇത്ര MP-മാർ അവിടെ ഉണ്ടായിട്ട്, ഞാൻ ബാക്കി ആൾക്കാരുടെ പേര് പറയുന്നില്ല, ഇവർക്കൊന്നും സംസാരിക്കാൻ പോലും താല്പര്യമുണ്ടായില്ല. അതാണ് ഇവരുടെയൊക്കെ കേരള വികാരം എന്ന് പറയുന്നത്. പാർലമെന്റിൽ രാജ്യസഭയിൽ ചർച്ച വരാൻ കാരണം വെച്ചാൽ രാജ്യസഭയിൽ ഭരണപക്ഷത്തു നിന്നുള്ള ആൾക്കാരൊക്കെ സംസാരിക്കേണ്ട സാഹചര്യം നിർബന്ധമായപ്പോൾ പറഞ്ഞില്ലെങ്കിൽ അബദ്ധമാകും എന്നുള്ളത് കൊണ്ട് രാജ്യസഭയിൽ സംസാരിക്കാൻ ആൾക്കാർ തയ്യാറായി. രാജ്യസഭയിലും വേണ്ട രീതിയിൽ ഈ കേരളം എന്ന് പറയുന്നതിൻ്റെ ആവശ്യത്തിൻ്റെയും അതിൻ്റെ സംസ്കാരത്തിൻ്റെയും കാര്യത്തിലും സംസാരിക്കാൻ വേണ്ടി വേണ്ടപ്പെട്ട പ്രതിപക്ഷത്തു നിന്നുള്ള വലിയ ചർച്ചയൊന്നും ഉണ്ടായില്ല എന്നുള്ള വേറൊരു ഭാഗം. അപ്പോൾ ഇതാണ് കേരളത്തിൻ്റെ കാര്യം പറയേണ്ടി വരുന്ന സമയത്ത് അത് ചർച്ചയ്ക്കെടുക്കാനും സംസാരിക്കാനും തയ്യാറാത്ത ആൾക്കാർ ലുങ്കിയുടെ പേരിൽ ബഹളം ഉണ്ടാക്കുകയാണ്. ഇതെന്തിനു വേണ്ടിയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കാരണം വ്യക്തമാണ്. ഒരിക്കൽ കിട്ടിയ ഒരു പ്രഹരം, ആ പ്രഹരത്തിൽ നിന്ന് പരിഹാരം, അതിൽ നിന്ന് മുക്തി നേടുവാൻ വേണ്ടിയുള്ള ചെറിയൊരു അടവ് മാത്രമായിരുന്നു. പക്ഷേ അതിൻ്റെ പുറകെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പോകുന്നു എന്നുള്ളതാണ്, വഞ്ചിക്കപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു ഭാഗം. അവരെന്തിനു വേണ്ടിയാണ് ഈ ഒറ്റ ടെലിവിഷൻ ചാനലുകൾ ചർച്ച നടത്തിയില്ല. കേരളം ആകുന്ന ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച സമയത്ത് ലോക്സഭയിൽ ഈ കാര്യം ചർച്ച ചെയ്തില്ല. കേരളത്തിലെ MP-മാർ അതിനോട് സഹകരിച്ചില്ല, അവർ വേണ്ട രീതിയിൽ അത് അവസരം ഉപയോഗിച്ചില്ല എന്നുള്ള കാര്യം ആരും വിമർശിച്ചില്ല. അന്ത്യചർച്ചകൾ ഉണ്ടായില്ല. എന്തുകൊണ്ട് സംഭവിക്കുന്നത്? ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. നിക്ഷിപ്ത താല്പര്യം പല കാര്യങ്ങളും ഉണ്ടാകും എന്നുള്ളത്. അതായിരുന്നില്ല വേണ്ടത്. ഒരു MP-യുടെയും ഒരു വ്യക്തിയുടെയും ഒരു സംസ്ഥാനത്തിൻ്റെയും ഒരു ദേശത്തിൻ്റെയും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെയും ഭാഷയെയോ ആചാരത്തെയോ അവരുടെ പാരമ്പര്യത്തെയോ ഒന്നും അപഹസിക്കാനോ
അപമാനിക്കാനോ തയ്യാറാവരുത്. അത് പാടില്ലാത്തതാണ്, അതൊരു ഭാഗം. പക്ഷേ കേരളത്തിൻ്റെ പൊതുവികാരം വന്ന സമയത്ത് ആ കാര്യം ചർച്ച ചെയ്യാതെ പോയത് അതിനേക്കാൾ വലിയ അപരാധമാണ്. ഇത് ഒരു ചോളി കെ പി ജെ ക്യാഹയുടെ പാട്ടുപോലെ ആയി പോയി ഈ ലുങ്കി വിവാദം എന്നാണ് തോന്നുന്നത്. വീണ്ടും കാണാം. നമസ്കാരം.